പങ്കാളിത്ത പെൻഷൻകാരുടെ സംഘടനയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇല്ല എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളുടെ ലക്ഷ്യം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുകയാണ്. ആര് കൊണ്ടുവന്നു എന്നതല്ല, ആര് നിയമം നടപ്പിലാക്കി എന്നതല്ല, ആര് കേന്ദ്രത്തിൽ കൊണ്ടുവന്നു എന്നതല്ല, നമ്മൾക്ക് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പങ്കാളിത്ത പെൻഷന്റെ ദൂഷ്യവശങ്ങൾ അത്ര വലുതാണ്. വിരമിക്കുമ്പോഴുള്ള കാര്യം മാത്രമല്ല, എന്നാൽ സർവീസിൽ നിലവിൽ ഉള്ളപ്പോഴുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. വിരമിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വിരമിക്കുന്ന കാലത്ത് ആ കാലത്ത് അല്ലെങ്കിൽ എഴുതാം. എന്നാൽ സർവീസിലുള്ള സമയത്ത് KSR പാർട്ട് 3 ഇല്ലാത്ത ജീവനക്കാരാണ് നമ്മൾ. കാരണം സർവീസിൽ നിന്ന് നമ്മൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും അപകടം പറ്റുകയോ അപകട മരണം സംഭവിക്കുകയോ ഓഫീസിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ആനുകൂല്യവും ഈ NPS പദ്ധതിയിൽ നിന്ന് കിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു ആനുകൂല്യം കിട്ടില്ല. കിട്ടാത്ത ആനുകൂല്യത്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. കാരണം ശരിക്കും നമ്മളൊരു കരാർ ജീവനക്കാരനാണ്. സാധാരണ ഒരു നാടൻ കൂലിപ്പണി പോലെ തന്നെ തൊഴിൽ പോലെ തന്നെ മാന്യമായ ഒരു കൂലിപ്പണി ചെയ്യുന്ന ജീവനക്കാരന്റെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ അതേ ആനുകൂല്യം തന്നെയുള്ളൂ. സർക്കാർ സർവീസിനുള്ള ഒരു ഐഡന്റി കാർഡും സർക്കാർ സർവീസ് ആണെന്നുള്ള ഒരു ബോർഡും മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളില്ല. കാരണം നാളെ ഒരു ഓഫീസിലേക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ KSR പാർട്ട് 3 ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്കില്ല. അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് വിരമിക്കുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുമ്പോൾ അന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ടല്ല. നിലവിൽ സർവീസിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്ന് കൊടുത്തിരിക്കണം. നമ്മുടെ കുടുംബത്തിന് എന്തുണ്ട്? നമ്മുടെ സർവീസിൽ നിന്ന് ഒരുപാട് ആളുകൾ പോലീസ് സർവീസിൽ നിന്ന്, ഇലക്ട്രിസിറ്റി സർവീസിൽ നിന്ന്, അല്ലാതെ തന്നെ മരം വീട് മരിച്ച പോലുള്ള സർക്കാർ ജീവനക്കാരുണ്ട്. അവർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ കുടുംബത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പദ്ധതി തുടരേണ്ടതുണ്ട്. സർക്കാർ ജീവനക്കാരന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പറഞ്ഞ അധികാരത്തിലേറിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 8 വർഷം കഴിഞ്ഞു. 2016, 8, 2024, 25 ആവാൻ പോകുന്നു. ഈ 8 വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ ഫയലിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇത് വെറും 2 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് കൃത്യമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമുള്ളൂ. സംഘടനാ ജീവനക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കൃത്യമായി ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് എഴുതി തരാൻ പറഞ്ഞുകൊണ്ട് പരിഹാരം കാണാൻ പറ്റുന്ന ഒരേ ഒരു പദ്ധതിയായ ഈ പദ്ധതിക്ക് നിയമപരമായി പിൻവലിക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് നമ്മുടെ പിണറായി സർക്കാർ തന്നെ നിയോഗിച്ച സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. അത് മാറ്റുന്നതിന് യാതൊരു തടസ്സമില്ല. ഇതിന്റെ ഗുണം കിട്ടുകയാണെങ്കിൽ തന്നെയാണ് കൃത്യമായി പറഞ്ഞത്. കിട്ടുമെന്നാണ് പറഞ്ഞത്. കിട്ടുകയാണെങ്കിൽ 2040-45 കാലഘട്ടത്തിൽ മാത്രമേ കിട്ടൂ എന്ന് പുനഃപരിശോധന റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ആ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതി വെച്ചതാണ്. എന്തിനാണ് ഒരു കിട്ടിയ റിപ്പോർട്ട്, ലക്ഷങ്ങൾ മുടക്കിയ ഒരു റിപ്പോർട്ട് നേടിയിട്ട് അത് പഠിക്കാൻ വീണ്ടും സമിതി എന്നാണ് നമ്മൾ ചോദ്യം. അതിന്റെ അർത്ഥം എന്താണ്? ഇത് പിൻവലിക്കുന്നതിന് സർക്കാരിന് താല്പര്യമില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ മതി. അപ്പൊ നമ്മൾ ജീവനക്കാർക്കാണ് ഇതിന് താല്പര്യം വേണ്ടത്. കാരണം കേരളത്തിൽ വിവരാകാശ നിയമപ്രകാരം കഴിഞ്ഞ ദിവസം കണക്കെടുത്ത സമയത്ത് 2 ലക്ഷത്തിന് കുറച്ച് കുറവുള്ളൂ. 1,98,000 ചില്ലാണ് ആളുകൾ പങ്കാളിത്ത പെൻഷൻ ഉണ്ട്. നമ്മുടെ ഈ സിവിൽ സ്റ്റേഷനിൽ തന്നെ 1000-ഓളം ആളുകൾ സർവീസിലുണ്ട്. പല സ്കൂളുകളിലുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം കൂടി കോഴിക്കോട് ജില്ലയിൽ തന്നെ 20,000-ലധികം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർ ഒറ്റക്കെട്ടായി ഒരു ദിവസം ശക്തമായി സമരം ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പല ആളുകളും പല സംഘടനകൾ വിഘടിച്ച് നിൽക്കുന്നു. അവരുടെ സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അവർ ചെയ്തു തരേണ്ട ആനുകൂല്യങ്ങളാണ് സർക്കാർ ജീവനക്കാരന്റെ വിഷയങ്ങൾ ഇടപെടുക എന്നുള്ളത്. അങ്ങനെ അവർ ചെയ്യാതെ നമ്മൾ ഏറ്റവും വലിയ വിഷയം തന്നെയാണ് പങ്കാളിത്ത പെൻഷൻ. മറ്റ് വിഷയങ്ങളൊന്നല്ല. പല പ്രശ്നങ്ങളും സർവീസിലുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദീകരിക്കുന്നില്ല. പല കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം പങ്കാളിത്ത പെൻഷനാണ്. ആ ഒന്നാമത്തെ വിഷയം അത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ബാക്കി കാര്യം DA ആയാലും അജർ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു സംഭവം അനിശ്ചിത കാലത്ത് നീണ്ടുപോകുന്ന ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ മറ്റു കാര്യത്തിലുള്ള കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പങ്കാളിത്ത പെൻഷന്റെ ഈ വിഷയത്തിൽ ഇടപെടാൻ മറ്റാരെയും നമ്മൾ ഭയക്കുകയോ പേടിക്കുകയോ ഒരു കാര്യം വേണ്ട. കാരണം എന്താണ്? ഇത് അവനവന്റെ കാര്യമാണ്, എന്റെ ജീവിത പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ എത്താത്ത ആളുകളും ഒരുപാട് പേരുണ്ട്. പലർക്കും കാര്യങ്ങൾ അറിയാം. എല്ലാ കാര്യത്തിലും ഞങ്ങൾ റെഡിയാണെന്നൊക്കെ പറയും. പക്ഷേ പരിപാടിക്ക് പ്രതിഷേധ പരിപാടികൾ അവരുടെ സാന്നിധ്യം കുറവായിരിക്കും. എന്തായാലും ഈ തരത്തിൽ നമ്മൾ ശക്തമായി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ സർക്കാർ ഇതിന് തീരുമാനം എടുക്കും. ഇനി നമുക്ക് 2 ഇലക്ഷൻ മുന്നിൽ വരാൻ പോവുകയാണ്. ഒന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്, ഒന്ന് നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ഇതിന് മുന്നേ തന്നെ സർക്കാർ തീരുമാനം എടുക്കണം. കാരണം എന്താണ്? നമ്മുടെ വീട്ടുകാരും അടക്കം ഒരു 4 പേരെങ്കിലും ഒരു കുടുംബത്തിൽ വോട്ടർമാരുണ്ട് എന്നുള്ള കാര്യം സർക്കാർ മറക്കരുത്. കാരണം എന്താണ്? നമ്മൾ പലരും പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളായിരിക്കാം. എന്നാലും നമ്മുടെ ഒരു പൊതുവിഷയമായ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചിട്ടില്ലെങ്കിൽ ജീവനക്കാരും കുടുംബവും അതിനെതിരായി തിരിയും. കാരണം വോട്ടിന്റെ കാര്യത്തിൽ ആർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവർ മാറ്റി ചിലപ്പോൾ ചെയ്യാതെ നിന്നേക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ലക്ഷം സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബവും എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ തന്നെയാണ്. ഒരു പഞ്ചായത്ത്, വാർഡ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് ചിലപ്പോൾ ഏതാനും വോട്ടുകൾക്കോ അല്ലെങ്കിൽ ചുരുങ്ങിയ വോട്ടുകൾക്കായിരിക്കാം. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നിലവിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. അവരെല്ലാവരും അത് കൃത്യമായി സർക്കാരിനെ അറിയിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇത് വലിയൊരു വിഷയമായി മാറും. കാരണം പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞ പദ്ധതി പിൻവലിക്കൽ എന്ന് പറയുന്ന കാര്യം സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും മുഖ്യമായ വിഷയമാണ്. ആ വിഷയം നമ്മളെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വിശദീകരിക്കാതെ സമയമില്ലാത്തതുകൊണ്ട് പല ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞ് അവരോട് തർക്കിയ സമയത്ത് സമയമില്ലാത്ത ഉള്ളതുകൊണ്ടും നമ്മൾ കൃത്യമായ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി ഇറക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ആ ബുക്ക്ലെറ്റിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായി ആർക്കും വായിക്കാം, മനസ്സിലാക്കാം, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നമ്മൾ ഈ ബുക്ക്ലെറ്റ് മുഴുവൻ തയ്യാറാക്കിയിരിക്കുന്നത് സർക്കാർ ഉത്തരവുകളുടെയും അതേപോലെ തന്നെ വിവരാകാശ നിയമപ്രകാരവും നിയമസഭാ ചോദ്യപ്രകാരവും കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നേടിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി നമുക്ക് തയ്യാറാക്കിയ ബുക്ക്ലെറ്റ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബുക്ക്ലെറ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ഓഫീസിൽ കൃത്യമായി എല്ലാവർക്കും അത് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഇടപെടിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം
25-26 തെരഞ്ഞെടുപ്പുകളുടെ വർഷമാണ്. തീർച്ചയായിട്ടും 2025 ആദ്യ മാസങ്ങളിൽ തന്നെ കേരള സംസ്ഥാനം ബജറ്റിലേക്ക് കടങ്ങുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് സർക്കാർ പോയതായിട്ടുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു ബജറ്റിലായിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അത് അഷോർഡ് പെൻഷൻ എന്ന രീതിയിലേക്ക് പോകും എന്ന് പറഞ്ഞു. നിലവിൽ അതിനുള്ള ഉത്തരവുകളൊന്നും ഇറക്കിയിട്ടില്ല. ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു പ്രഖ്യാപനം ഒരു ബജറ്റിൽ വന്നിട്ട് അടുത്തൊരു ബജറ്റ് വരുമ്പോഴേക്കും ആ പ്രഖ്യാപനം എന്തായി എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിന്റെ അകത്തുള്ള നിയമങ്ങൾ എന്തൊക്കെ ചെയ്തു, ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ചർച്ചകളുണ്ടാവും. അതിനിടയിൽ കേന്ദ്ര സർക്കാർ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് UPS കൊണ്ടുവരുന്നു പ്രഖ്യാപിച്ചു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ 2025 ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ UPS കൊണ്ടുവരും. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് കേരള സംസ്ഥാനം ബജറ്റിലേക്ക് ഒരുങ്ങുന്നത്. ഈ ഒരു ബജറ്റ് കഴിഞ്ഞാൽ അടുത്ത 2025 ഒക്ടോബർ മാസത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവാണ്. കഴിഞ്ഞുപോയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷിക്ക് വലിയൊരു സ്വാധീനമൊന്നും ചെലുത്താനില്ല എന്നുള്ള കാര്യം നമുക്കും ഭരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 5-6 വോട്ടിനോ അല്ലെങ്കിൽ 10 വോട്ടിനൊക്കെ ഫലം നിർണ്ണയിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഓരോ വാർഡുകളിലെയും തെരഞ്ഞെടുപ്പുകൾ വരിക. ഒരു വാർഡിൽ എത്രയോ പങ്കാളിത്ത പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടാവും. നമ്മൾ ശരിക്കും ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. നമ്മൾ ആ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ 2026 മാർച്ച് മാസം അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അധ്യക്ഷ പ്രസംഗത്തിൽ ഹരീഷ് സാർ പറഞ്ഞതുപോലെ നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത് ജനപ്രതിനിധികളെ. ആ ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ഇങ്ങനെയൊരു സമയത്ത് മുമ്പൊരിക്കലും ഇല്ലാത്ത പോലെ പങ്കാളിത്ത പെൻഷൻ അതിഗംഭീരമായ ചർച്ചാ വിഷയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നത്. പണ്ടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, നമ്മൾ പ്രഖ്യാപിക്കും, നമ്മൾ സമര പോരാട്ടങ്ങൾ നടത്തും. ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇനി നടത്താൻ പോകുന്ന സമരങ്ങൾ, ഇനിയുള്ള 2-3 മാസങ്ങൾ നടത്താൻ പോകുന്ന സമരങ്ങൾ എത്തേണ്ട സ്ഥലത്ത് തീർച്ചയായിട്ടും എത്തും. ഇപ്പോഴൊക്കെ പണ്ടുകാലത്ത് നമ്മൾ സമരം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന് പറയുമ്പോൾ 10ാമത്തെ അജണ്ടയായിരിക്കുന്ന മറ്റ് സംഘടനകൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് ആദ്യത്തെ അജണ്ടയാക്കി മാറ്റുകയും അതിനു വേണ്ടിയിട്ട് മാത്രം സമരങ്ങൾ നടത്തുവാനും തുടങ്ങിയത് SNBSCK എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞൊരു ശനിയാഴ്ച നമ്മുടെ സംഘടന സംസ്ഥാന തലത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് 3 പരിപാടികളാണ്. കണ്ണൂർ ജില്ലാ സമ്മേളനം, കണ്ണൂർ പോലെയുള്ള രാഷ്ട്രീയ അതിപ്രസരമുള്ള സ്ഥലത്ത് 200ഓളം ആളുകളുടെ ഒരു പ്രകടനവും ശക്തിപ്രകടനവും സമ്മേളനം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും അതേ ദിവസം തന്നെ ആലപ്പുഴയിലും പഠന ക്ലാസുകളും താലൂക്ക് സമ്മേളനങ്ങളും നടക്കുകയുണ്ടായി. കോഴിക്കോട് ജില്ലയാണെങ്കിൽ കുറ്റ്യാടി അടക്കമുള്ള ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വലിയ രീതിയിലുള്ള വളർച്ചയിലേക്കാണ് സംഘടന പോകുന്നത്. തീർച്ചയായിട്ടും സംഘടനയെ വളർത്തിക്കൊണ്ടുപോകാനോ ആർക്കെങ്കിലും നേതാക്കന്മാരാകുവാനോ ഇതിനെ വലിയൊരു പ്രസ്ഥാനമാക്കി വളർത്തുവാനോ ഒന്നുമല്ല. ഇത്രയും പെട്ടെന്ന് ഇത് പിരിച്ചുവിടാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പങ്കാളിത്ത പെൻഷൻ നാളെ പിൻവലിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന് വിചാരിച്ച ആളുകളാണ് ഈ സംഘടനയെ ചലിപ്പിക്കുന്നത്. പക്ഷേ നമ്മളൊരു പ്ലാറ്റ്ഫോം സമരം ചെയ്യാൻ ആവശ്യമായതുകൊണ്ട് ഒരു ചാലകശക്തി എന്നും ഒരു സംഘടനാ ബോധം എന്നും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് സമ്മേളനങ്ങളും ചിട്ടവട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ പങ്കാളിത്ത പെൻഷൻ ഇപ്പോഴും മുമ്പെങ്ങും ഇല്ലാത്ത വിധം പത്രങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊതുജന വിഷയം എന്ന രീതിയിൽ നമ്മൾ സഹപ്രവർത്തകരെയും മറ്റുള്ളവരെയും അഭിമുഖീകരിക്കുമ്പോൾ, അഭിസംബോധന ചെയ്യുമ്പോൾ അറിയിക്കേണ്ടുന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഇന്നലെ 2 ദിവസം മുന്നേ നോർക്ക റൂട്ട്സിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു 1-2 വർഷം മുന്നേ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്പനി, കോർപ്പറേഷൻ ബോർഡുകളിൽ പെൻഷൻ ഏകീകരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഡോസ് സർക്കാർ ചെയ്തു നോക്കുകയും യുവജന സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ നമ്മുടെ യുവജന സംഘടനകൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. കേരള സിവിൽ സർവീസിൽ ഇപ്പോൾ 2 ലക്ഷത്തിലധികം ആളുകളുടെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെൻഷൻ പ്രായം 1 വർഷമല്ല 4 വർഷത്തോളം കൂടും എന്നുള്ളൊരു സത്യം നമ്മുടെ യുവാക്കളിലേക്ക് എത്തിക്കണം. മറ്റൊരു കാര്യം, പങ്കാളിത്ത പെൻഷൻ ഇനി തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം വരികയാണെങ്കിൽ സർക്കാർ കോൺട്രിബ്യൂഷൻ വൻതോതിൽ ഉയർത്തേണ്ടി വരും. നമുക്ക് തരുന്ന ശമ്പളം 90% നമുക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് ഇപ്പോഴും നിലവിൽ 110%. അതിനെയും കൂട്ടേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനി 5000-ൽ താഴെ കമ്പനികൾ മാത്രമാണ്. ഇതിലേക്ക് മാത്രമാണ് ഈ ഒരു പണം ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ഒരു സത്യവും പൊതുജനങ്ങളിലേക്ക് എത്തണം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിപണിയെ ചലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു പൊതുജന വിഷയം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് പൊതുജന പിന്തുണ കിട്ടുന്നത്. സർക്കാർ ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, ഒരു പദ്ധതിയല്ല. ഇത് സംസ്ഥാനത്തിന് മുഴുവനും സാമ്പത്തിക അവസ്ഥകളെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ബോധിപ്പിക്കുവാൻ നമുക്ക് പറ്റണം. പങ്കാളിത്ത പെൻഷന്റെ എല്ലാ ദൂഷ്യവശങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഇവിടെ ചർച്ച പ്രതിപാദിക്കുകയുണ്ടായി. തുടർന്ന് ഒരുപാട് പേര് സംസാരിക്കുവാനും ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കോഴിക്കോട് ജില്ലയുടെ വളരെ ചിട്ടവട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു സമര പ്രഖ്യാപന കൺവെൻഷനാണ്. നമ്മൾ 3 സമരങ്ങളാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ജനുവരി 1 പുതുവർഷമാണ്. നമ്മളൊക്കെ പുതുവർഷം ആഘോഷിക്കുകയാണ് ഓഫീസുകളിലൊക്കെ. ആ ഒരു ദിവസം തന്നെ നമ്മൾ ഉപവാസ സമരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്രയും കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിലുള്ള പങ്കാളിത്ത പെൻഷൻകാരെ സാക്ഷി നിർത്തി SNBSCK കോഴിക്കോടെങ്കിൽ ബാക്കിയുള്ള 60% പിൻവലിച്ചു കഴിഞ്ഞതിന് ശേഷം 40% എന്ന് പറയുന്നത് 4 ലക്ഷമാണെന്ന് കണക്കാക്കിയാൽ നമുക്ക് കിട്ടുന്ന ആനുവിറ്റി എന്ന് പറയുന്നത് വെറും 2000 രൂപയായിരിക്കും. അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭീകരമായ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നിങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നത് ഈ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള ഓഫീസിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതുവഴി അവരെയും കൂടി നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഉൾച്ചേർക്കുകയും ചെയ്യുക.
അവർക്ക് അവർ നിലവിലുള്ള സംഘടന തുറന്നുകൊണ്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നീട് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് മാറിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് അവരെയും കൂടി പ്രവർത്തനങ്ങളിലേക്ക് ഉൾച്ചേർക്കുകയും അവരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഞാൻ രാവിലെ ട്രെയിൻ ഇറങ്ങി ഈ സിവിൽ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഞാൻ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു എത്ര വർഷമായി സർവീസിൽ കയറിയിട്ട്? 5 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു NDS ജീവനക്കാരനല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു NDS ജീവനക്കാരനല്ല എന്ന് ആദ്യം പറഞ്ഞു. നമ്മുടെ ബോർഡാണ്, അങ്ങനെ കട്ട് ചെയ്യുന്നൊന്നുമില്ല എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും ആവർത്തിച്ചു, എനിക്ക് പെൻഷൻ ഒന്നുമില്ല, പക്ഷേ 60 വയസ്സ് വരെ ജോലി ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ചോദിച്ചു 60 വയസ്സ് എങ്ങനെ ജോലി ചെയ്യുന്നത്? നിങ്ങൾ 56 വയസ്സല്ലേ ഇപ്പോൾ റിട്ടയർ ചെയ്യേണ്ട പ്രായം, പിന്നെ നിങ്ങൾ 60 വയസ്സ് വരെ ജോലി ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഞാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തന്നെ അത് NDS കാരനാണ്, പക്ഷേ അദ്ദേഹം പുറത്ത് പറയാനൊരു മടി. അങ്ങനെ ചോദിച്ചാണ് അവസാനം അദ്ദേഹം സമ്മതിച്ചത്, താൻ NDS കാരനാണെന്ന് സമ്മതിച്ചത്. അങ്ങനെ ചോദിച്ചു, അവസാനം 10% കട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ NDS ലായിരിക്കും, നിങ്ങൾ NDS നെ പറ്റി കൂടുതൽ ബോധവാനാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനുണ്ടായത്. അപ്പോൾ പല ആളുകൾക്കും തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് 10% കട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കാൻ പോലും ഒരു മടി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും യൂണിയനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിലോ പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോഴല്ല എന്നായിരുന്നു മറുപടി. ഇങ്ങനെയുള്ള ജീവനക്കാരാണ് നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ തന്നെ ഉള്ളത്. സിവിൽ സ്റ്റേഷനിലുള്ള ഒരാളാണ് ഈ രീതിയിൽ ഒരു ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ മറുപടി നൽകിയത്. ഇതുപോലെ നമ്മളുടെ കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് സംഘടിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനെതിരെ പോരാടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സർവീസ് സംബന്ധമായ സംസ്ഥാന ജീവനക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം സംസ്ഥാനങ്ങൾക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല, PFRDA ബില്ലുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തീർത്തും അവഗണിക്കുക. PFRDA ബില്ലിനെയോ പെൻഷൻ കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ്. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം സംസ്ഥാന ജീവനക്കാരുടെ പെൻഷനും ആനുകൂല്യങ്ങളും എല്ലാം നൽകേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ PFRDA ബില്ലിൽ നമ്മൾ കരാർപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പൊന്നുമണി സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക്. നമ്മളൊരു ക്ലാസ് എടുക്കാൻ ഇവിടെ കണ്ണൂർ വിളിച്ചിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ അങ്ങനെ നിരന്തരമായി താലൂക്ക് സമ്മേളനങ്ങളും അതുപോലെ ഏരിയ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയ ജില്ലയാണ് കോഴിക്കോട്. അക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലയെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമരപ്രഖ്യാപന കൺവെൻഷന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വിജയം വരെയും സമരം ചെയ്യാൻ തയ്യാറാണ് ഈ പ്രസ്ഥാനവും. ഇന്നീ സമരം സൂചന മാത്രം. വരാനിരിക്കും നാളുകളിൽ ആളിപ്പടരും ഈ സമരവും. പിൻവലിക്കൂ NPS. നടപ്പിലാക്കൂ OPS. വിരമിച്ചവരെ കണ്ടില്ലേ? അവർക്ക് കിട്ടും ആനിറ്റി. മരുന്നിന് പോലും തികയുന്നില്ല. പിൻവലിക്കൂ NPS. നടപ്പിലാക്കൂ OPS. ആരെയും അട്ടിമറിക്കാനല്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ. വിജയം വരെയും സമരം ചെയ്യാൻ. തയ്യാറാണ് ഈ പ്രസ്ഥാനം. SNPSK സിന്ദാബാദ്. സമരപ്രഖ്യാപന കൺവെൻഷൻ സിന്ദാബാദ്. ഇന്നീ സമരം സൂചന മാത്രം. വരാനിരിക്കും നാളുകളിൽ ആളിപ്പടരും ഈ സമരം. SNPSK സിന്ദാബാദ്.